അസ്സലാമു അലൈക്കും. ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് പുണ്യവും മഹത്വവുമുള്ള തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമ്മൾ മരണപ്പെടുന്നതിനു മുമ്പ് ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ നിസ്കരിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഇത് നിർവഹിക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും, അതിനും കഴിഞ്ഞില്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. അതിനും സാധ്യമല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. ഈ നിസ്കാരത്തിലൂടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ കാരണമാകുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഏതു സമയത്തും ഈ നിസ്കാരം നിസ്കരിക്കാം. 4 റക്അത്താണ് ഈ നിസ്കാരം. ഈ 4 റക്അത്തിലൂടെ നമ്മൾ 300 തസ്ബീഹാണ് ചൊല്ലി പൂർത്തിയാക്കുന്നത്. പകൽ സമയത്ത് നിസ്കരിക്കുന്നവർ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നതാണ് നല്ലത്. രാത്രി സമയത്താണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയതിനു ശേഷം പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കുക. നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും ഈ നിസ്കാരത്തിലും ചൊല്ലണം. അതിൻ്റെ കൂടെ ഈ പറയുന്ന തസ്ബീഹാണ് അധികരിപ്പിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ തസ്ബീഹ് നിസ്കാരത്തിൽ നമ്മൾ ഓതൽ സുന്നത്തുള്ള സൂറത്തുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ തകസ്സുർ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ അസർ, മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, നാലാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തുകൾ അറിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൂറത്തുകൾ ഓതാം. ഇനി നമുക്ക് തസ്ബീഹ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. രാത്രി നിസ്കരിക്കുന്ന 2 റക്അത്തിന്റെ രൂപമാണ് ഇവിടെ പറയുന്നത്. 1. നിയ്യത്ത്. തസ്ബീഹ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ആദ്യത്തെ റക്അത്തിൽ വജ്ജത്ത് ഓതുക, ശേഷം ഫാത്തിഹ. അതിനുശേഷം ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് അൽഹാക്കുമുത് തകാസുർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സൂറത്ത് ഓതാം. അതിനുശേഷം 15 തസ്ബീഹ് ചൊല്ലുക. ശേഷം റുക്കൂയിൽ പ്രവേശിക്കുക. റുക്കൂയിൽ സാധാരണ ചൊല്ലുന്ന ദിക്ർ ചൊല്ലിയതിനു ശേഷം 10 തവണ തസ്ബീഹ് ചൊല്ലുക. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇഹ്തിദാലിൽ പ്രവേശിക്കുക. അതിൽ സാധാരണ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം 10 തവണ തസ്ബീഹ് ചൊല്ലുക. ശേഷം ഒന്നാമത്തെ സുജൂദിൽ പ്രവേശിക്കുക. സുജൂദിൽ സാധാരണ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലുക. ശേഷം 10 തവണ തസ്ബീഹ് ചൊല്ലുക. ഇടയിലെ ഇരുത്തത്തിൽ പ്രവേശിക്കുക. അതിൽ സാധാരണ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലിയ ശേഷം 10 തവണ തസ്ബീഹ് ചൊല്ലുക. ശേഷം രണ്ടാമത്തെ സുജൂദിൽ പ്രവേശിക്കുക. സുജൂദിൽ സാധാരണ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലിയ ശേഷം 10 തവണ തസ്ബീഹ് ചൊല്ലുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ സുജൂദിൽ നിന്നും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉയർന്ന് കുറച്ചു നേരം ഇരിക്കുക. ഇതിന് ഇസ്തിഗ്ഫാറിന്റെ ഇരുത്തം എന്ന് പറയുന്നു. ഈ ഇരുത്തത്തിൽ 10 തസ്ബീഹ് ചൊല്ലുക. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കുക. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കൗസർ ഓതുക, അല്ലെങ്കിൽ അറിയാവുന്ന മറ്റേതെങ്കിലും സൂറത്ത് ഓതുക. ശേഷം 15 വട്ടം തസ്ബീഹ് ചൊല്ലുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ നിസ്കാരത്തിൽ ചൊല്ലേണ്ട എല്ലാ ദിക്റുകളും ഉൾപ്പെടുത്തി റുക്കൂയിൽ 10 തസ്ബീഹും ഇഅ്തിദാലിൽ 10 തസ്ബീഹും രണ്ടാമത്തെ സുജൂദിൽ 10 തസ്ബീഹും ഇടയിലെ ഇരുത്തത്തിൽ 10 തസ്ബീഹും രണ്ടാമത്തെ സുജൂദിൽ 10 തസ്ബീഹും ശേഷം അത്തയ്യാത്തിലേക്ക് പ്രവേശിക്കുക. ആദ്യം 10 തവണ തസ്ബീഹ് ചൊല്ലി പൂർത്തിയാക്കിയ ശേഷം അത്തയ്യാത്ത് മുഴുവനായി പൂർത്തീകരിച്ച് ഓതുക, സലാം വീട്ടുക. ഇനി 2 റക്അത്ത് പൂർത്തീകരിക്കുന്നതോടെ നമ്മുടെ 150 തസ്ബീഹാണ് പൂർത്തിയായത്. വീണ്ടും ഇതേ നിയ്യത്തോടു കൂടി 2 റക്അത്ത് നിസ്കരിക്കുക. ഇങ്ങനെ 4 റക്അത്ത് പൂർത്തിയാവുമ്പോൾ നമ്മുടെ 300 തസ്ബീഹ് പൂർത്തിയാകും. പരമാവധി തസ്ബീഹ് ചെല്ലുമ്പോൾ എണ്ണം തെറ്റാതെ ഓതാൻ നോക്കുക. ഇനി തെറ്റിപ്പോയാലും കുഴപ്പമില്ല, പരമകാരുണ്യവാനായ റബ്ബ് അത് തീർച്ചയായും പുറത്തു തരും. നമ്മുടെ കൈവിരലുകൾ കൊണ്ട് എണ്ണം വെക്കാം, പക്ഷേ നിസ്കാരം ബാത്തിലാകുന്ന രീതിയിൽ ഒരുപാട് ചലിപ്പിക്കാൻ പാടില്ല. ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് ഉപകാരപ്പെട്ടുമെന്ന് കരുതുന്നു. ഇത് വ്യക്തമായി മനസ്സിലായെന്നും വിചാരിക്കുന്നു. ഈ റമളാനിൽ ഒരു ദിവസമെങ്കിലും ഈ നിസ്കാരം നിർവഹിക്കാൻ നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.